നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതാ ഞാൻ പറഞ്ഞത്, കണ്ടതും കിട്ടിയതും ഒക്കെ ഓഫീസിലോട്ട് എടുത്തോണ്ട് പോണ്ടാന്ന്. അതിവിടെ ആര് കേൾക്കാനാ? ഈ വീട്ടിൽ വന്നാൽ ഇവനിതൊക്കെ കഴിക്കാലോ. ഓഫീസിൽ കൊണ്ടുപോയി തീറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും വിശേഷപ്പെട്ട ദിവസമാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നെങ്കിൽ കുഴപ്പമില്ല. അതാണോ? അവസാനേ ഇവനെ ഇവന്റെ ഓഫീസിലുള്ളവരൊക്കെ കൂടി ഒരു പേരിട്ടങ്ങ് വിളിക്കും, പെങ്കോന്തന്ന്. അത് കേൾപ്പിക്കാൻ എവിടെ നടക്കുന്നത്? ഈ ചുറ്റുവട്ടത്തൊക്കെ എന്തോരം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവരൊക്കെ ഇതുപോലാണോ കാണിക്കുന്നേ? അമ്മ എന്തിനാ ചാരുവിനെ കുറ്റപ്പെടുത്തുന്നേ? ഡേ, ഇവളെ അല്ലാതെ വേറെ ആരെയാ ഞാൻ പറയേണ്ടത്? ഇവളെ ഇവന്റെ തലയെ കെട്ടിവെച്ച നിന്റെ അച്ഛനെയോ? ഭർത്താവിന്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞു പെരുമാറുന്നവളായിരിക്കണം ഭാര്യ. ഇവൻ ഇഷ്ടമല്ലാന്ന് അറിഞ്ഞിട്ടും ഫുഡൊക്കെ സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് എന്തിനാ? ഇവനെ ശല്യപ്പെടുത്താനല്ലേ? ഇതുപോലൊരു ജന്മത്തിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഒരു വീട്ടില് വഴക്കും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ നമ്മൾ ആണുങ്ങൾ വിചാരിച്ചാൽ മതി. എനിക്ക് എത്രേ പറയാനുള്ളൂ. ചേട്ടന് ചായ എടുക്കട്ടെ? വേണ്ട. നല്ല ചൂട് ചായ കുടിച്ചാൽ ക്ഷീണമൊക്കെ മാറും. അയ്യോ, എനിക്കൊന്നും വേണ്ട. തലവേദന എടുത്ത് തല പൊളിയുവാ. അതിനിടയിലാ ചായ. തലവേദന ആണെങ്കിൽ കാപ്പി എടുക്കാ കൊച്ചേട്ടാ? എനിക്ക് കാപ്പിയും വേണ്ട, ഒന്നും വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ ഉറങ്ങാൻ പോവാ. അതിനിടയിൽ കഴിക്കാനെന്ന് പറഞ്ഞ് വിളിക്കരുത്. എണീക്കുമ്പോ വിശപ്പുണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം, കേട്ടോ? അക്കുച്ചേട്ടൻ ഉറങ്ങിക്കോ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ചാരു ചേച്ചി, എൻ്റെ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല ചേച്ചി, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ആണോ? എന്നാ ചോദിക്കേ. ദാ ഇത് കണ്ടോ? ഇത് ആരുടെ ഫോട്ടോയാ? അറിയില്ല ചേച്ചി, ഗോവിന്ദമാമയുടെ മുറി ക്ലീൻ ചെയ്തപ്പോ കിട്ടിയതാ. ഞാൻ നോക്കിയിട്ട് ഈ ഫോട്ടോയിലുള്ളത് ആരാന്ന് മനസ്സിലാവുന്നില്ല. അശ്വ ചേച്ചിയും കാണിച്ചു. ചേച്ചി നോക്കിയിട്ട് ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാ ചാരു ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവന്ന്. ഡ്രസ് കോഡ് നോക്കുമ്പോ ആണും പെണ്ണിന്റെയും മുഖം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചേച്ചി കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ. എനിക്കിപ്പോഴേ കുറച്ച് ജോലിയുണ്ട് മോളെ. അത് കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ ഞാൻ നോക്കി കണ്ടുപിടിക്കാം. അതുവരെ ഈ ഫോട്ടോ എന്റെ ഇരിക്കട്ടെ. ശരി ചേച്ചി, നോക്കിയിട്ട് ആരാന്ന് പറയണേ. അതറിയാതെ എനിക്കൊരു സമാധാനം കിട്ടൂല. ചെല്. ശരി ചേച്ചി.
ഈ ഫോട്ടോയിലുള്ളത് അക്കുച്ചേട്ടനും ശ്രേയമായിരിക്കോ? ഹലോ, ആര്? അങ്ങനെ ആരും ഇവിടെ ഇല്ല. അക്കുച്ചേട്ടൻ ഉറങ്ങിയില്ലേ? ഇല്ല, ഒരു കോള് വന്നു. അക്കുച്ചേട്ടാ, അനു എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടെന്ന് തന്ന ആരാന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അക്കുച്ചേട്ടൻ നോക്കിയിട്ട് ആരാണെന്ന് പറയോ? ദേ, ഇതിലെ മുഖം വ്യക്തമല്ല, പക്ഷെ രൂപം വെച്ച് നോക്കുമ്പോ ഒന്ന് അക്കുച്ചേട്ടൻ. കൂടെയുള്ളത് ആരാണെന്നാ മനസ്സിലാവാത്തെ. അക്കുച്ചേട്ടനെ നോക്കി പറയോ? അക്കുച്ചേട്ടന്റെ കൂടെയുള്ളത് ശ്രേയ ആണോ എന്നൊരു സംശയം. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? എനിക്ക് ഉറക്കം വരുന്നുണ്ട്, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞല്ലേ? അക്കുച്ചേട്ടാ, എവിടെന്നോ ഒരു ഫോട്ടോയും കൊണ്ടുവന്ന് ഞാനാണോ ശ്രേയാണോ ചോദിച്ചോണ്ടിരിക്കുക. എന്നാ പിന്നെ നീ ശ്രദ്ധിച്ച് കേട്ടോ, ഈ ഫോട്ടോയിലുള്ളത് ഞാനും അല്ല ശ്രേയോ അല്ല. എന്റെ മുമ്പിൽ നിന്ന് പോയി തരൂ. ഓരോന്ന് എടുത്തോണ്ട് വരും. പോവാൻ പറഞ്ഞില്ലേ? പോയി തരുമോ ഒന്ന്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്.